അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തായിട്ട് ഒത്തിരി പോർക്കപ്പൈൻസ് ഉണ്ടായിരുന്നു. അതുമല്ല സാമ്പാർ ഡിയറിനെ കണ്ടു. ആൻഡ് സാമ്പാർ ഡിയറിന് കോളിങ്ങും ഉണ്ടായിരുന്നു. ടൈഗറിനെ എന്തോ കണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നോക്കുക ഞങ്ങൾ ടോർച്ച് അടിച്ച് എന്തായാലും. അപ്പോൾ ഇത് കടുവയുടെ പഗ് മാർക്കാണ്. കാടല്ലേ, വേണമെന്നില്ല. വല്ല കാട്ടുപോത്ത് എന്തെങ്കിലും വഴി ഓടാത്ത ഇതാണെങ്കിൽ എത്ര കണ്ടാലും മതി വരില്ല ഗൈസ് ഈ വ്യൂ. ഇനിയും വരാനായിട്ട് ഉറപ്പായിട്ട് മനസ്സിൽ തോന്നും. ഇതാണ് ഇവിടെ കാണുന്ന ജെയിൻ സ്പൈഡർ. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ്. 3 ദിവസമായിട്ട് മൊത്തം പെരിയാർ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഞങ്ങൾ. ആദ്യം ഞങ്ങൾ ജംഗിൾ ഇന്നിൽ നിന്നു, അതിനുശേഷം ബാംബു ഗ്രൂവിൽ പോയി. ഇപ്പോൾ പോവാണ് വാച്ച് ടവർ. അത് ആക്ച്വലി കാട്ടിന് നടുക്കാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ പോരും. നമുക്ക് നോക്കാം വാച്ച് ടവർ എങ്ങനെയാണെന്ന്. ഓ, ഇപ്പോൾ കാണാൻ പറ്റുമോ? അയ്യോ, എങ്ങനെയാണ്? ഇല്ലെങ്കിലേ പ്രശ്നമുള്ളൂ, ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ വാച്ച് ടവറിൽ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം എഴുതി കൊടുക്കണം, ഒരു ഡിക്ലറേഷൻ പോലെ. അപ്പോൾ അത് ചെയ്യാനിപ്പോൾ. അപ്പോൾ ഈ 2 പേരുമാണ് ഞങ്ങളെ കൂടെ വരുന്നത്. പേരെന്താണ്? അജേഷും പ്രഭു. അപ്പോൾ 2 പേരും ഞങ്ങളെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ വാച്ച് ടവർ വരികയാണെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. 1 മണിക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. കാരണം കുറച്ച് ജംഗിളിനുള്ളിലേക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു പോവുകയാണ് വാച്ച് ടവറിലേക്ക്. ആദ്യം നമുക്ക് ബസ്സിൽ പോകണം ബോട്ടിംഗ് സ്ഥലം വരെ. അതിന് ശേഷമാണ് ട്രെക്കിംഗ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് സ്ഥലത്ത് ഇറങ്ങി ദേ പോവാണ് ബോട്ടിങ്ങിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ബോട്ടിംഗ് പോയിന്റിലെത്തി. ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഈ 3 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. കൂട്ടത്തിൽ ഗണ്ണുള്ള ഒരാളും ഉണ്ട്. हार्डी एंड डिपेंडेबल गाइड के साथ, प्रोटेक्शन के साथ हम लोग जा रहे हैं. कमांडर प्राउड के साथ क्राउड से आगे. അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിലാണ് പോകുന്നത്. കൊള്ളാൻ കേട്ടൊരു അടിപൊളി ഫീലാണിത്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇപ്പോൾ ബോട്ടിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ബാഗ് താഴെ വയ്ക്കൂ. अभी इधर बताइए रास्ता किधर है? रास्ता भी नहीं है, जंगल के अंदर जा रहे हैं. അപ്പം ഞങ്ങളെ ബോട്ട് കൊണ്ടാക്കി ദേ പോവാണ് ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക്. അപ്പോൾ ആ കാണുന്നതാണ് വാച്ച് ടവർ സ്റ്റേ. അങ്ങനെ ഞങ്ങൾ ട്രെക്ക് ചെയ്ത് എടപ്പാളയം വാച്ച് ടവർ എത്തി. ഗൈസ് ഇതാണ് സംഭവം.
ഇതിനടുത്തായിട്ടൊരു ചെറിയ റൂമുണ്ട്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന സ്റ്റാഫിന് താമസിക്കാനുള്ള സ്ഥലവും പിന്നെ ചെറിയൊരു കിച്ചണുമാണ്. അപ്പോൾ പോര് നമുക്ക് അകത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാം വാച്ച് ടവർ എങ്ങനെയാണെന്ന്. അപ്പം ജംഗിളിൻ പോലെ ഇവിടെയും ട്രെഞ്ചസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈൽഡ് അനിമൽസിന് അകത്തേക്ക് കയറാതിരിക്കാനായിട്ട്. അഞ്ജലി നീ പോര്. ഇതാണ് കഷ്ടപ്പാടാണ്. ഒരു അടിപൊളി സംഭവം കാണിച്ചു. ഇത് കണ്ടോ, ചിലവർ ഇത് വൈൽഡ് ഗോർ എന്ന് പറയും, ഇല്ലെങ്കിൽ കാട്ടി എന്ന് പറയും. അതിൻ്റെ സ്കള്ളാണിത്. ഒറിജിനൽ ആണ്. ഇവിടെയാണ് വാഷ്റൂമും. അപ്പൊ ഇതുവഴിയാണ് മോളിൽ കയറേണ്ടത്. ബാ. ബാബാ കുറച്ച് ഹൈറ്റ് കുറവാണ്, കാരണം ഇതൊരു വാച്ച് ടവർ പോലെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്, എന്ത് കിടുവാണെന്ന്. വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ ഇവിടെ അനിമൽസ് വരാൻ തുടങ്ങും. അപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ സാമ്പാർ ഡീറും പിന്നെ എന്താ പറയുക ഗോറും ആനയും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാൻ വൈകുന്നേരം എന്താവുമെന്ന്. അപ്പോൾ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ആണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇതാണ് മുറി. കാട്ടിനുള്ളിൽ കൊട്ടാരമല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാട്ടിനുള്ളിലെ കൊട്ടാരം. ഇവിടെ ചുറ്റിനും കണ്ണാടിയാണ്, കാരണം അനിമൽസ് വന്നു കഴിഞ്ഞാൽ ഈസിലി കാണാനായിട്ട്. അടിപൊളിയല്ലേ. ചെറിയൊരു ബെഡുണ്ട്, പിന്നെ ഇവിടെ ടേബിളുണ്ട്, ആൻഡ് ഇവിടെ ഇതും കർട്ടനാണ് ആക്ച്വലി അനിമൽസ് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട്. അവിടെ ഒരു ഫോട്ടോയുണ്ട്. ഈ ആന എന്താ പറയുക, ഈ ടവറിൻ്റെ മുന്നിൽ 1973 വന്നതാണ്. ആൻഡ് ഇതായിരുന്നു എടപ്പാളയം വാച്ച് ടവർ 1975. അപ്പോൾ റൂമിനകത്ത് എത്തി ഗൈസ്. ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നില്ലേ, ടീയും സ്നാക്സും എല്ലാം റെഡിയാണ്. നമുക്കത് കഴിക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ. ഞങ്ങൾക്ക് നൈറ്റുള്ള ഫുഡ് പ്രിപ്പയർ ആവുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ എടപ്പാളയം വാച്ച് ടവർ അല്ലെങ്കിൽ ജംഗിൾ ഇൻ ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റേ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കുട്ടികൾ അലൗഡ് അല്ല, ഓൺലി അഡൽട്സ് ആണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ളത്. കാരണം ജംഗിളിന്റെ നടുക്കാണ്, അപ്പോൾ അതിൻ്റെതായ റിസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ഇവിടെ അലൗഡ് അല്ല. स्नैक्स जंगल के बीच में चलिए. फुल VIP ट्रीटमेंट जंगल के बीच में कार्डमम चाय. ഞങ്ങൾ ആക്ച്വലി എന്താ പറയുക വാച്ച് ടവറിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു സാമ്പാർ ഡിയർ ഈ വെള്ളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി അതിന് വീഡിയോ എടുക്കാൻ ഓടി വന്നപ്പോഴത്തേക്കും ആളകത്ത് കയറി കഴിഞ്ഞു. ഇതാണ് ഹ്യൂമൻസിൻ്റെ പ്രസൻസ് ചെറുതായിട്ടുണ്ടെങ്കിൽ തന്നെ അനിമൽസ് എല്ലാം ജംഗലിൻ്റെ അകത്തേക്ക് പോകും. ബട്ട് എന്തൊക്കെയായാലും ഇത് വ്യൂ അല്ലേ. ഈ ഒരു ഓപ്ഷൻ, അതായത് എടപ്പാളയം വാച്ച് ടവർ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ജംഗിൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ ആണല്ലേ അത്? ഓ, ഇതിന് കൊമ്പില്ല. സാമ്പാർ ഡിയർ തന്നെയല്ലേ ഇത്? സ്പോട്ടഡ് ഡിയർ ഇല്ല. ഓ, ബന്ദിപ്പൂരാണ് സ്പോട്ടഡ് ഡിയർ മൊത്തം. ഓ, അങ്ങനെ ഒരു വൈൽഡ് ബോറിനെയും കണ്ടു. കുറച്ച് ദൂരത്തിലാണ്, 9Xലാണ് ഞാൻ എടുക്കുന്നത്. കൊഴിഞ്ഞു പോകും. ഉണ്ട് രണ്ടുപേരും ഉണ്ട്. ആ രണ്ടും ഫീമെയിലാണ്. പക്ഷെ ഇപ്പൊ 2 മാൻ ഇപ്പോൾ വന്നു വെള്ളത്തിൽ. രണ്ടും മെയിലാണ് ആക്ച്വലി. രണ്ടും മെയിലാണ്. വെള്ളത്തിൽ കളിക്കുകയാണ് രണ്ടുപേരും. കിട്ടി. ആ, കിട്ടി. നമ്മളെ ശബ്ദം കേൾക്കാൻ പറ്റുമോ അവർക്ക്? ചെറുതായിട്ട് കേൾക്കും. യഥാർത്ഥത്തിൽ ഫോണല്ല കേട്ടോ, അത് അതിന് ആൻഡിലർ എന്നാ പറയുന്നത്. ഓ, ശരി, ആൻഡിലർ. കാരണം ഇത് എല്ലാ വർഷവും ഫോൺ പെർമനന്റ് ആണ്. ഇത് ബൈസന്റെ ആൻഡിലർ. ആൻഡിലറിന് യഥാർത്ഥ സ്കിൻ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ആൻഡിലർ. അത് എല്ലാ വർഷവും കഴിഞ്ഞു പോകും. അവിടെയായിട്ടൊരു കൊക്കിനെ കഴുക പിടിച്ചു വരെ ജസ്റ്റ് മുന്നിൽ വെച്ച്
കാല് കൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയുടെ ജസ്റ്റ് മുന്നിലായിട്ട് ഇതായി കാട്ടുപന്നി വന്നു. അതിൻ്റെ കുറേ കുട്ടികളുണ്ട്. അവിടെ തന്നെ നിൽക്കുക. സാമ്പാർ ഡിയറാണോ? പോത്തിനെ കിട്ടിയായിരുന്നല്ലോ. മുകളിലായിരുന്നോ? അത് ഞാൻ കണ്ടായിരുന്നു, ആ സൈഡിൽ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തായിട്ട് ഒത്തിരി പോർക്കപ്പൈൻസ് ഉണ്ടായിരുന്നു. അതുമല്ല സാമ്പാർ ഡിയറിനെ കണ്ടു. ആൻഡ് സാമ്പാർ ഡിയറിന് കോളിങ്ങും ഉണ്ടായിരുന്നു. ടൈഗറിനെ എന്തോ കണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നോക്കുക ഞങ്ങൾ ടോർച്ച് അടിച്ച് എന്തായാലും. സാമ്പാർ ഡിയർ ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ട് മുന്നിലായിട്ടൊരു സാമ്പാർ ഡിയർ. ഒത്തിരി സമയമായിട്ടില്ല, ഒരു 7 മണി ആവാറായതേ ഉള്ളൂ. അപ്പോൾ ഇനി രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ ചുറ്റിനും അനിമൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 8 മണിയായി, ഡിന്നർ ടൈമായി. ഡിന്നർ എല്ലാം റെഡിയായി. മുന്നിൽ സാമ്പാർ ഡിയറും ഈ ഒരു ആംബിയൻസിൽ ഇരുന്നായിരുന്നു ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അഞ്ജലി ഇന്ന് ഡിന്നറിന്? സലാഡുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്, കേരള പൊറോട്ട. അപ്പം ഇനി ഡിന്നർ കഴിച്ചിട്ടാവും ബാക്കി വിശേഷം. ഞങ്ങൾ ആക്ച്വലി नीट से सेटअप करके मिला है खाना खाने के लिए. It's really beautiful and I really thank Kerala government for arranging this. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും നോക്കാം അനിമൽസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന്. वाव, ये मेरे सामने है porcupine. वो टेंट का पैसेज बना हुआ है और वहीं पे है वो लोग. अगर इधर आया तो हम लोग गए. ഇന്നലെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഉറങ്ങി. അപ്പോൾ രാത്രി ഏകദേശം 2-2:30 ആയപ്പോഴത്തേക്കും ഒത്തിരി ബൈസൺ ഞങ്ങളുടെ കോട്ടേജിൻ്റെ അതായത് സ്റ്റേയുടെ മുന്നിലായിട്ട് വന്നായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇത്ര വിഷ്വൽസ് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബട്ട് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ബൈസൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ട് പോവാ. എന്നിട്ട് നമുക്ക് പോകാൻ ട്രെക്കിങ്ങിലേക്ക്, കാട്ടിനുള്ളിലേക്ക്. ഞങ്ങളുടെ ജസ്റ്റ് സ്റ്റേയുടെ മുന്നിലായിട്ടാണ് ബൈസൺ. ഒത്തിരി ബൈസൻ്റെ ഒരു കൂട്ടം തന്നെയാണ്. ഞങ്ങൾ എന്നെ കണ്ടു അവിടെ നിന്ന് 2 എന്നെ കണ്ടു. ഇവിടെയുണ്ട്. ചെറിയൊരു മൂവ്മെൻറ്റ് മനസ്സിലാക്കിയാലും മതി, ഒരു കാട്ടിലേക്ക് തിരിച്ചു കയറിപ്പോവും. ഞാൻ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കണം, എന്നിട്ടും അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാനിവിടെ ഉണ്ടെന്ന്. ഇതാണ് ഫേമസ് നീലഗിരി ലംഗൂർ. पेरियार नेचर इन्फॉर्मेशन सेंटर में अगर गए होते
और वहाँ अच्छे से देखा होता तो ये सब जानवर का नाम अच्छे से पता रहेगा, देखने के टाइम में और एक्साइटिंग लगेगा. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:30 ഞങ്ങൾ പോവാണ് വീണ്ടും കാട്ടിനുള്ളിൽ ട്രെക്കിങ്ങിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്, പിന്നെ ഗൺ പിടിച്ചൊരു പോലീസ് ഓഫീസറുണ്ട്. അപ്പോൾ നിങ്ങൾ കടുവയുടെ സെൻസസ് എടുക്കാൻ സമയത്ത് ക്യാമറ ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് ഈ 2 സൈഡിലായിട്ട് ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കാട്ടിനുള്ളിൽ വരികയാണെങ്കിൽ ഒട്ടും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ നടക്കുമ്പോൾ തന്നെ പയ്യെ വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ അനിമൽസ് ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. അവരെളുപ്പം കാട്ടിനുള്ളിലേക്ക് നടന്നു പോകും. അപ്പോൾ ഇത് കടുവയുടെ പഗ് മാർക്കാണ്. വെസ്റ്റേൺ ഗാർഡ്സിൽ കാണുന്ന ഏറ്റവും വലിയ ബീൻസാണിത്. എൻറ്റാഡ റീച്ചിയ. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ബീൻസ്. ഓ, എന്ത് അടിപൊളി വ്യൂ അല്ലേ. ഞങ്ങളൊരു മലയുടെ മുകളിൽ വരെ കയറി. അവിടെ പെരിയാർ റിവറാണ് ആൻഡ് 2 മൗണ്ടെയിൻസ്. എങ്ങനെയുണ്ട് അഞ്ജലി വ്യൂ? അമേസിംഗ് നാ? Breathtaking. This is called breathtaking view. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്ത് ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനാണ് വാച്ച് ടവർ. അപ്പോൾ 2 പേർക്ക് ചേർന്ന് 10,000 രൂപയാണ് ഇതിന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ട്രെക്കിംഗ്, അടിപൊളി സ്റ്റേ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ടീ ആൻഡ് സ്നാക്സും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ താഴെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് എടപ്പാളയം വാച്ച് ടവർ സ്റ്റേ ആൻഡ് ട്രെക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട കാര്യമാണിത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് വാൾപേപ്പർ അല്ല, ഇത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്, പിന്നെ പെരിയാർ റിവറും. അപ്പോൾ ഇതുപോലൊരു അടിപൊളി എക്സ്പീരിയൻസിനായിട്ട് നിങ്ങൾ വരിക വാച്ച് ടവറിലേക്ക്. ഈ വെള്ളം കുറച്ചുകൂടെ മുന്നോട്ട് വരെ ഉള്ളൂ. അതെ, അവിടെ കൊണ്ട് വെള്ളം തീരും. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഈ വെള്ളം കയറി കിടക്കുന്നതാണ് ഈ സൈഡ്. ആദ്യമൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ കണ്ടവരൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഇപ്പം വെള്ളം കൂടുതൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കാൻ പറ്റും. നമ്മള് വഴി ബ്ലോക്കും എക്സ്പെക്ട് ചെയ്യും. ചിലപ്പം കാടല്ലേ, ആന പിന്നെ വേണമെന്നില്ല. വല്ല കാട്ടുപോത്ത് എന്തെങ്കിലും വഴി ഓടാത്ത ഇതാണെങ്കിൽ കരടി ഏറ്റവും ഡേഞ്ചർ. തൊട്ടടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാല് ചിലപ്പോ അവനും വഴി കാണുകയില്ല, നമുക്കും വഴി കാണുകയില്ല. അവൻ ഇങ്ങോട്ട് വരുമായിരിക്കും, അവന് വേറെ വഴി കാണത്തില്ല. സൂപ്പർ ട്രക്കിംഗ് ചെയ്യുന്ന സമയമാണ്. മഴക്കാലം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് മഴ പെയ്തത്. സാധാരണ ജൂൺ ജൂലൈയാണ്. ജൂൺ ജൂലൈ മഴയില്ലായിരുന്നു. 125 124 ഉള്ളായിരുന്നു. എത്ര കണ്ടാലും മതി വരില്ല ഗൈസ് ഈ വ്യൂ. ഇനിയും വരാനായിട്ട് ഉറപ്പായിട്ടും മനസ്സിൽ തോന്നും. കയറാൻ നേരത്തെ എളുപ്പമായിരുന്നു, ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഓ, സൂര്യപ്രകാശം വരില്ല. ഓ, സെമി ഡെൻസ് ഫോറസ്റ്റ്. ഒരു ടൈപ്പ് ഓഫ് ടീക്കാണ്. ഇതിൻ്റെ പേര് നേക്കഡ് ലേഡി ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ്. കാരണം ഇതിൻ്റെ സ്കിന്നിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. തുടർ
ഇതും ടീക്കാണോ? ഇത് തേക്കല്ല, ഇത് ഞാൻ പറഞ്ഞ നേക്കഡ് ലേഡി. ഓ, നേക്കഡ് ലേഡി ഓഫ് ദ ഫോറസ്റ്റ്. ഓ, चलो चलो. ചീഫ് ഓഫ് ദ ട്രൈബ്. Yes. ഈ കുഴി ബിയർ ഉണ്ടാക്കിയതാണ് വേംസിനെയൊക്കെ നോക്കാൻ നേരത്ത്. ഇവിടെ മൊത്തമുണ്ട് ബിയറിൻ്റെ. ഇതെല്ലാം ബിയർ കുഴിച്ചതാണ് വേംസ് നോക്കാനായിട്ട്. അപ്പോൾ ഇത് നോർമലി പോകുന്ന വഴിയായിരുന്നു, ഒരു മരം വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതിപ്പം അടുത്തവർക്ക് പോകാനായിട്ട് ക്ലിയർ ചെയ്യാണ്. रणबीर सिंह कहाँ कहाँ गया और अपने दीपिका पादुकोण के लिए फ्लावर खोज के लिए आया. देखो हम तुम्हारे लिए लेके आए. പെരിയാറിൻ്റെ ഇതാ पेरियार में ही था. ഇതിനകത്ത് എന്തുമാത്രം ചെലന്തിയാണെന്ന് കണ്ടോ. ഇതാണ് ഇവിടെ കാണുന്ന ജെയിൻ സ്പൈഡർ. ഫീമെയിലാണ്. ഹാ. तुम्हारा शू बाबू. अनुरंज वाटरफॉल के पास जा रहा है. ओई. Well done, my boy. അപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇതിൻ്റെ പേരാണ് എടംപിരി വലംപിരി. അപ്പോൾ മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. ഇതിൻ്റെ റൊട്ടേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ലെഫ്റ്റ് ആയിരിക്കും, മറ്റൊന്ന് റൈറ്റ് ആയിരിക്കും. Especially for hair growth and all. ഇതാണ് കാട്ടിനുള്ളിലെ ലീച്ച്. ഇത് എൻ്റെ ഷൂവിലേക്ക് കയറാൻ നോക്കുകയാണ് ഒരാൾ. ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. ലീച്ച് സോക്സ് അടിച്ചത് ഇത്രയും അട്ടയുണ്ട് ഷൂസിനകത്ത്. Leech dance. അപ്പം നമുക്ക് കഴിക്കാം. ഷൂ ഇനിയിപ്പോൾ അവിടെ എടുത്തിട്ടല്ലേ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വീണ്ടും കഴിക്കും. അപ്പോൾ ഞങ്ങൾ ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ചപ്പാത്തി ഉണ്ട്, പിന്നെ ചായ, പിന്നെ മുട്ടക്കറി. അടിപൊളിയല്ലേ അഞ്ജലി? अडिपोली. सुबह ब्रेकफास्ट बना के दिया कोई तो बड़ा आनंद आता है.
ട്രെക്കിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് നേരം എന്തായി കുൽമേടിൽ എവിടെ ഇരുന്നു പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആവാറായി. 1:45 ഞങ്ങൾ ബോട്ട് വരും. തിരിച്ച് പെരിയ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റിൽ അവിടെ വരെ നമുക്ക് പോകണം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കാട്ടിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് അമ്യൂണിറ്റീസ് ലക്ഷറി ആയിട്ടുണ്ടാവില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. നിങ്ങളെ ജംഗിളിൻ്റെ അകത്ത് കൊണ്ടുപോകണമെങ്കിലും ഫാമിലിയെ പോലെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വരിക. എസ്പെഷ്യലി ലേഡീസ് ആണെങ്കിലും കുറച്ച് പ്രശ്നം ഉണ്ടാവും ജംഗിളിൻ്റെ അകത്ത് വരുമ്പോഴത്തെ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അടിപൊളിയായിട്ട് കാട് എൻജോയ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലഞ്ചിൻ്റെ എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. വാ. അപ്പോൾ ഇവിടുത്തെ ഫുഡില്ലേ, അതാണ് ഏറ്റവും കിട്ടും. ഫുഡ് അടിപൊളിയാണ്. സാമ്പാറുണ്ട്, ഒരു തോരനുണ്ട്, പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ സലാഡുണ്ട്, പിന്നെ റൈസ്. അപ്പം നമുക്കിനി കഴിക്കാം. കഴിച്ചിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1:45. ഞങ്ങളുടെ ബോട്ട് ഇപ്പോൾ വരും. ആ ബോട്ടിലാണ് ഞങ്ങൾ തിരിച്ച് ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ എടപ്പാളയം വാച്ച് ടവർ സ്റ്റേയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ഒരു വിശേഷവും ഇല്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ബൈ ബൈ.